സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യർ, നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. എടാ, ഇതെന്ത് ഇവിടെ? ഇവനെന്ത് ഇങ്ങോട്ട് വന്ന്? എടാ, ഇതാ AK ഗ്രൂപ്പിന്റെ സ്ഥലമല്ലേ? അത് നമ്മൾ വന്ന ഗോഡൗൺ. ഞാൻ അന്നേരം ഇന്ദിര നിന്നോട് പറഞ്ഞതാ, കൊള്ളാനാ ഇന്ദിരവന്മാര്, കള്ളന്മാരും. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ അനിയന്മാര് ഇങ്ങനെ വരത്തുള്ളൂ. അതിന് കൂട്ടിവയ്ക്കാനായിട്ട് ആദമം കൂടി. എന്നാലും കിച്ചു അതിന് ഇങ്ങോട്ട് വന്നേന്നാ. അവൻ ഇത്രയും ദിവസമായിട്ട് അഗി അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കാനായിട്ട് ഇറങ്ങി പോയിട്ടുമില്ല. ഇത്രയും ദിവസം പഠിത്തം എന്നും പറഞ്ഞുകൊണ്ട് കോളേജിനകത്ത് കയറി മുട്ട കെട്ടിയിരിക്കുന്നതെന്ന് പോലെ അഭിനയിച്ചിട്ട്. അപ്പം നീ പറഞ്ഞത് ശരിയാണോ? കിച്ചു വെച്ചും കൂടെ ഉള്ള കളിയായിരിക്കും ഇതൊക്കെ. അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നത് അച്ചോ കാണാൻ. നീ വാ, എന്തായാലും അത് കയറി നോക്കാം. ഇന്നത്തോടെ തീരണമില്ല. നമ്മളെ പറ്റിച്ചതും നമ്മൾ പറ്റിക്കപ്പെട്ടതൊക്കെ ഇന്നത്തോടെ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ വാകാശി. ഇന്ദിരേന്ദ്രനെ നിക്ക്. ഡാ, ഞാനൊരു കാര്യം പറയാം. അകത്ത് അച്ചു കാണും, ഉറപ്പാ. പിന്നെ കിച്ചു, പിന്നെ നിന്റെ പോരട്ട കൂട്ടുകാരനുണ്ടല്ലോ നോണയൻ, അങ്ങേരും കാണും. നീ എടുത്തു ചാടി ഒന്നും പറയാനും ചെയ്യാനും നിൽക്കണ്ട. ആദ്യം അകത്ത് എന്താ അവർ പ്ലാൻ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ കിച്ചു എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നോ നമുക്ക് നോക്കാം. എന്തിനാവാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു മാസ്ക് ധരിച്ച് അഭിനയിച്ചതെന്ന് നമുക്കറിയണ്ടേ. അതുകൊണ്ട് നീ ഒരുവിധം സമാധാനപ്പെട്ട് നിൽക്കുക. ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കുക. അതുപോലെ എനിക്കറിയാം, കൂടെ പിറപ്പോഴും കൂട്ടുകാരനും കൂടെ ജീവിക്കുന്നവരൊക്കെ ചെയ്യുന്ന കള്ളത്തരവും പറയുന്ന നുണയേക്കാളും സഹിക്കാൻ പറ്റാത്ത വേറെ ഒന്നും ഈ ലോകത്തില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് നിന്നേ പറ്റൂ. സിറ്റുവേഷൻ അതാ. അതുകൊണ്ടാണ് പറയുന്നത്. കൺട്രോൾ യുവർ സെൽഫ്. വാ, ഇനി പോവാം. കാശി, ഇതൊക്കെ തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. കൺട്രോൾ യുവർ സെൽഫ്. ആദമിനെ കണ്ടു കഴിഞ്ഞാൽ നീ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ചും ഇന്ന് ഇത്രത്തോളം ആയ സ്ഥിതിക്ക് കാര്യങ്ങൾ. ഓക്കെ? ഇന്ന് സ്റ്റോക്ക് വരുന്നോണ്ടാ ഇപ്പോഴും ഇങ്ങനെ ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വന്നേ. ഈ പാതിരാത്രി വരുന്നില്ല ദൈവമേ. പക്ഷെ ഇപ്പോഴില്ലടാ വരുന്നേ. സീനൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു.
അല്ല നീ എന്താ കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തേ കാപ്പി? അത് പിന്നെ ഞാനിന്ന് എരപ്പേ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ എനിക്ക് ദോശ വാങ്ങിച്ചു തരരുതെന്ന്. ഓമ്പി എന്റെ പൊന്നു ജോണെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യടാ, ഇല്ലെങ്കിൽ അങ്ങനെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. അയ്യോ. ഹായ് അഖിൽ സാർ. ഓ അവന്റെ ഒരു അമ്മൂമ്മയുടെ ഹായ്. എന്റെ വായിന്ന് നീ ഒന്നും കേൾക്കരുത്. ഇത്ര ദിവസമായെന്നറിയോ നിന്നോടൊക്കെ ഞാൻ പോയ പ്രാവശ്യം പറഞ്ഞതാ. നീയൊക്കെയാണ് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരുന്നെങ്കിൽ വേറെ വായി വെച്ച് തിന്നാൻ കൊള്ളുന്ന പോലെ വാങ്ങിച്ചു തരണം. നീ എന്ന് നോക്കിയാലും ഒരു ദോഷം ചമ്മതി മനുഷ്യനെ പിടിച്ചിട്ടിരിക്കണമെങ്കിൽ ഞാൻ അറവുമാടൊന്നുമല്ല, അത് നീയൊക്കെ ആലോചിക്കണം. എന്നും പുല്ലി തന്നെ തിന്നെ ഇത്തിരി മനസാക്ഷി കാണിച്ചൂടെ? നിന്റെയൊക്കെ മൊയിലാളിക്ക് എൻ്റെ അടുത്ത് മനസാക്ഷിയില്ല. നിനക്കെങ്കിലും കാണിച്ചൂടെ എൻ്റെ അടുത്ത്? ഇന്ന് അവനാണല്ലേ ഫുഡ് വാങ്ങിച്ചേ? ഈ തെണ്ടി ഈ ദോശ എടുത്ത് നിന്റെ മുഖത്ത് തേച്ചിരുന്നു നോക്കിഞ്ഞേ. എന്റെ പൊന്നെങ്കി നീ ഒന്നും മാറിയില്ലടാ ഋഷി. ഇന്നും കൂടെ ഇന്നത് തിന്നെ. സത്യമായിട്ടും ഇത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. നിന്റെ കാമുകനില്ലേ അങ്കിത് ശിവപ്രസാദ്, അങ്കിയുടെ മിസ്റ്റേക്കാ. സത്യമായിട്ടും ഞങ്ങൾ മര്യാദയ്ക്കൊന്ന് ഗോഡൌണിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അന്നേരം നിനക്കെന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് നേരത്തെ വരാമെന്നുള്ള പ്ലാനായിരുന്നു. അന്നേരം അങ്കിയെ ഞങ്ങളോട് പറഞ്ഞേ നിങ്ങളിന്ന് ഗോഡൌണിൽ പോണ്ട, ഞാൻ പൊക്കോളാം, കുറേ ആയില്ലേ പോയിട്ടെന്ന്. ആക്ച്വലി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓഫീസിലെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന്. പിന്നോട് അവൻ വിളിച്ച് പറഞ്ഞത് ഇവിടെ സ്റ്റോക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന്. ശരി ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഈ ഓണംകാറ മൂലയിൽ ഞങ്ങൾ കയറി കഴിഞ്ഞ്. ഇവിടെ ഒന്നും ഒറ്റ കടയില്ല, നിനക്കതറിയാമല്ലോ. ഈ ഗുദാമിൻ്റെ അകത്ത് വന്നതിന് ശേഷം പറയുന്നത് നിനക്കെന്തെങ്കിലും ഫുഡ് കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട്. പിന്നെ വരുന്ന വഴിയിൽ ഒരു ചെറിയ തട്ടുകട ഉണ്ട്. അവിടെ ആണെങ്കിൽ ആകെപ്പാട് ദോശ ചമ്മന്തിക്കറി മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എങ്ങനെ വാങ്ങാനാണ് നീ തന്നെ പറ. ഞങ്ങൾ മനഃപൂർവ്വമല്ല അങ്കി വാങ്ങിച്ചതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം ഞങ്ങളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണല്ലോ നടക്കേണ്ടത്. ആക്ച്വലി ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നീ ആദ്യം മനസ്സിലാക്ക്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അകത്തിരിക്കുന്നവൻ അവനത് ചെയ്യും. അല്ലെങ്കിൽ അവൻ എനിക്ക് മനുഷ്യന്റെ പരിപാലനം വന്നിട്ടുണ്ടോ തേണ്ടി. എന്നിട്ട് വന്ന് പഞ്ചാരടിച്ചുകൊണ്ടിരുന്നേക്കുന്നു. എനിക്കൊരു നേരത്തെ ആഹാരം നല്ലത് വാങ്ങിച്ചു തരാൻ അവന് പോക്കില്ല. സമയത്തിന് ഫുഡും തരാതെ എന്നെ പിടിച്ചുകൂടെ പൂട്ടിയിട്ടിച്ച് ഞാനെന്താ കോഴിക്കുഞ്ഞോ പട്ടിക്കുഞ്ഞോ വല്ലതാണോ ഇങ്ങനെ പൂട്ടിയിട്ട് വളർത്താനായിട്ട്? എനിക്ക് കാര്യത്തിന്റെ സീരിയസ്നെസ് ഒക്കെ അറിയാം. ഞാനിവിടെ മര്യാദയ്ക്ക് ഇരിക്കുമല്ലോ, എപ്പോൾ നോക്കി എന്നെ പിടിച്ച് പൂട്ടിയിട്ടോളൂ. മനുഷ്യനൊരു സ്വാതന്ത്ര്യം വേണ്ടേ? മനുഷ്യന് ശ്വസിക്കണ്ടേ? അതാക്കി സാർ, സാറിന് ആരെങ്കിലും കണ്ട പ്രശ്നമാവുമല്ലോ, അതുകൊണ്ട് എ കെ സാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ മനഃപൂർവ്വമല്ല. എ കെ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അത് അഖി സാറിന് അറിയാമല്ലോ. ആടായരപ്പോളെ എനിക്കറിയാം. ആ ഒരു ഇഷ്ടത്തിന്റെ പേരിലാണല്ലോ ഞാൻ ഇവിടെ കിടന്ന് ഇക്ഷ എണ്ണ എഴുതുന്നേ. എന്നെ കൊണ്ടൊന്നും കുറയിപ്പിക്കണ്ടോ. എന്നും ദോശയും ചമ്മന്തി തിന്നെ ഞാനെന്താ ബ്രാഹ്മണമല്ലാണോ? നിന്റെ കമ്മൂമ്മയുടെ ദോശയും ചമ്മന്തി അവരോട് പറയാം. നിങ്ങളെയൊക്കെ മറ്റവനുണ്ടല്ലോ, മറ്റേ സാറും ഇപ്പൊ അതിനകത്ത് കയറി അടക്കോഴി മുട്ടയിട്ടോട്ട് കയറി ഇരിക്കുകയല്ലേ. ഒരാഴ്ച ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത ഏതോ ഗുദാമി കൊണ്ടിട്ട് ഇപ്പതോ എനിക്ക് സമയത്തിന് അവന് വന്ന് ഫുഡ് തരാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോഴത്തേക്ക് എന്താ ഇവിടെ കൊണ്ടിട്ടിട്ട് എന്താ അവൻ ഇത്രയും ആക്രി കുഞ്ഞുങ്ങളും പരിവാരങ്ങളും ഉണ്ടായിട്ടും അവന്മാരും പോലും എനിക്ക് നല്ല വായിക്കൊള്ളാമെന്നുള്ള ആഹാരം വാങ്ങിച്ചു തരത്തില്ല. ഇറിറ്റേറ്റിംഗ് പേഴ്സൺ. ഇത് നേരത്താണാവോ ഈ മുടിഞ്ഞവനോട് എനിക്ക് ഐ ലവ് യു പറയാൻ തോന്നിയത്. കഴിഞ്ഞോ? എൻ്റെ പൊന്നകി, നിനക്ക് നാളെ എന്ത് തേങ്ങയാന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു തരാം. പോയെ ഇപ്പം നീ ആ തിരുവായ നടച്ചകത്ത് പോയിരിക്കും. ആ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതിനെടുത്ത് കഴിക്ക്. കുറച്ച് ലൈഫിൽ അഡ്ജസ്റ്റൊക്കെ ചെയ്യാൻ പഠിക്ക്. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നല്ലേ, നീ വേദെടുത്ത് കഴിക്ക്. നിനക്ക് നാളെ എന്ത് തേങ്ങ വേണോ അത് നീ പറ, ഞാൻ വാങ്ങിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ ഇവന്മാരെ കൊണ്ട് വാങ്ങിപ്പിക്കാം. ഇത് പ്രോമിസാണ്. ഇപ്പം നീ നിൻ്റെ തിരുവായ നടച്ചു വയ്ക്കുമോ? അച്ചു എന്റെ വായിന്നൊന്നും കേൾക്കരുതേ. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ദോശയും ചമ്മന്തി തന്നെ എടുത്ത് നിന്നുകൊണ്ടിരിക്കുന്നത്. അതിനെനിക്ക് പ്രതികരിക്കാനുള്ള അവകാശമില്ലേ? ഞാൻ പറയുന്നില്ല. ഞാൻ ആരെ ഓർത്തിട്ട് ഇതൊക്കെ സഹിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ. അന്ന് എന്നെ കൂടെ പറയിപ്പിക്കരുത്. എന്തൊക്കെ സഹിക്കണം ദൈവമേ. വായിക്ക് രുചിയുള്ളൊരു ആരും പോലും നീ വാങ്ങിച്ചു തരത്തില്ലെന്ന് പറഞ്ഞ പലതൊക്കെ. എന്താ നിർത്തിക്കളഞ്ഞേ? ബാക്കിയൂടെ പറ, ഞാനിവിടെ കേട്ടോണ്ടിരിക്കാം. അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സഹിച്ചല്ലേ പറ്റുള്ളൂ. എൻ്റെ പ്ലാനായിപ്പോയി. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്തുവാടാ നിന്ന് കണ്ണും കൈയും കാണിക്കുന്നത്? വല്ലതും പറയുകയാണെങ്കിൽ നിൻ്റെ തിരുവാ തുറന്ന് പറ. നിൻ്റെ വാക്കത്ത് പട്ടി പെറ്റു കിടക്കൊന്നുമല്ലല്ലോ. ഇന്ദ്ര ബാക്കിൽ നിന്റെ ഇന്ദ്ര നീ എന്താ ഇവിടെ? നീ ഓക്കെ അല്ലേ? എന്താ കിച്ചു ഇതിന്റെ അർത്ഥം?
നീ വീട്ടിൽ നിന്ന് ജനൽ വഴി കള്ളന്മാർക്ക് തുല്യമായിട്ട് ഇറങ്ങി പോകുന്ന ഞങ്ങൾ കണ്ടതാ. അവിടെ നിന്ന് ഫോളോ ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിയേ. ഇപ്പതോ നീ വീട്ടിൽ നിന്ന് ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ ഇറങ്ങിയ അതേ ഡ്രസ്സിൽ നീ ഇവിടെ നിൽക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? അഗി, എന്താ ഇവിടെ നടക്കുന്നത്? നീയും കൂടി ഞങ്ങളെ പറ്റിക്കായിരുന്നോ? നിന്നെ കാണാണ്ട് എല്ലാവരും എന്തുമാത്രം പേടിച്ചെന്നറിയോ? കഴിഞ്ഞ 1.5 മാസമായിട്ട് പോവാത്ത സ്ഥലങ്ങളില്ല, തിരക്കാത്ത ഇടങ്ങളില്ല. എടാ, അമ്മ അച്ഛനൊക്കെ അവരൊക്കെ മരിച്ച് ജീവിക്കുക. എന്നിട്ട് നീ ഇവിടെ എന്തിനാ കാശി? നിങ്ങൾ വിചാരിക്കും പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എല്ലാം നിങ്ങൾ കണ്ടതും കേട്ടതും അല്ല കാര്യങ്ങൾ. എനിക്ക് നിങ്ങളെയൊക്കെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇപ്പൊ നിന്നേ പറ്റൂ. മാറുന്നില്ല അങ്ങോട്ട്. എന്തിന്? ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കിയത് കണ്ട് സന്തോഷിക്കാനോ? മണ്ടന്മാരാക്കിയത് കണ്ട് ആനന്ദിക്കാനോ? ദേ നിൽക്കുന്നുണ്ടല്ലോ പുന്നാര അനിയൻ. നീയൊക്കെ ഒരു അനിയനാണോടെ മയില്? എവിടേക്കാ ഈ കാശി മണ്ടനായിക്കൊണ്ടിരിക്കുന്നത്? ഈ ഗെയിമും അയാൾക്ക് അറിയാതിരിക്കുമല്ലോ അല്ലേ, ആദമിന്? അല്ലേ കാശി? ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ. നിങ്ങൾ അവനോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ആകെ എന്റെ മുമ്പേന്ന് മാറും. ഒന്നുമില്ലെങ്കിലും ഞാൻ ഇവന്റെയൊക്കെ ചേട്ടനാ, അത് നീ മറക്കണ്ട. നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിലുപരി നിന്നെ എനിക്കിപ്പോ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാക്കി. ശിവന്മാരുടെ കൂടെ നിന്നൊരു നാടകം കളിച്ച് ഞങ്ങളെല്ലാവരെയും മണ്ടനാക്കിയതിന്. ആ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ കാണിച്ചു വിട്ടാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇവിടെ എൻ്റെ വേറൊരു അനിയനുണ്ടല്ലോ, അച്ചു, അങ്കിത് ശിവപ്രസാദ്. വിളിക്കവനെ. അവനായിരിക്കുമല്ലോ അല്ലേ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. എന്തൊരു നാടകമായിരുന്നു അവൻ വീട്ടിൽ വന്നിട്ട്. എൻ്റെ അഗിയെ കാണാനില്ല, എൻ്റെ അഗിയെ ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ട പോലീസുകാർ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. എത്ര പേരെ അവൻ പറ്റിച്ചേ? എത്ര പേരെ? കണ്ടോണ്ടിരിക്കുന്നവരും കണ്ടോണ്ട് നിൽക്കുന്നവന്മാരൊക്കെ മണ്ടന്മാരാണെന്ന് അവൻ വിചാരിച്ചോ? വിളിക്കവനെ. കിച്ചു, നിനക്ക് എങ്ങനെ കിച്ചു ഇതൊക്കെ സാധിക്കുന്നേ? എല്ലാം മറന്ന് ഇന്നത്തോടെ നിന്നോടെല്ലാം സംസാരിച്ച് എല്ലാം പഴയതുപോലെ ആയി. ഇവനെ കണ്ടുകിട്ടി. അച്ചു യവനും പഴയതുപോലെ ആയി. കാശി ആദമും പഴയതുപോലെ. എങ്ങനെയെങ്കിലും കുടുംബം പഴയതുപോലെ ആക്കി എല്ലാവരും സ്നേഹത്തോടെ കഴിയണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവന് കാല് പിടിച്ചെന്ന് ആദമിനെ കാണാൻ പറഞ്ഞു വിട്ടത്. എല്ലാം ശരിയാക്കിയതായിരുന്നു. വീണ്ടും നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചളഞ്ഞല്ലോ. നീ എന്തിനാ ഇങ്ങനെ നിന്ന് കരയുന്നേ? നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവന് വല്ല കുലുക്കമുണ്ടോ? അവന് അച്ചുവിൻ്റെ അതേ ചോരയാ, മനസാക്ഷിയില്ലാത്ത ചോര. അതാവാ അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അവൻ ഒരു കാര്യം മറന്നുപോയി, അക്കൂട്ടത്തിൽ ഞാനും കൂടെ ഉണ്ടെന്ന്. എപ്പോഴും മൂങ്ങി നിൽക്കുന്ന കാശി അല്ലായിരിക്കും ഇനി. എന്ത് നിറയട്ടവന്മാരാടാ നീയൊക്കെ. മറ്റുള്ളവരുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന നിനക്കൊക്കെ മനസാക്ഷി ഉണ്ടോ? ഏകി അതില്ലല്ലോ. അത് ഒട്ടുമില്ലാത്തത് നിങ്ങളുടെയൊക്കെ മറ്റവനാ, ആദം സക്രിയ ജോൺ. ഇവിടെ കാണുമായിരിക്കുമല്ലേ? അങ്കിത് ശിവപ്രസാദിന്റെ വലിയ ശിങ്കിടിയല്ലേ? അവന്റെ കാലിൻ്റെ ഇടയ്ക്ക് കയറി ഇരിപ്പുണ്ടായിരിക്കും. അച്ചൂടെ ഇന്ദ്രയുടെ കാറിൽ പുറത്ത് വന്നു. ലോകത്തിലെ ഏറ്റവും സത്യസന്ധനായ മനുഷ്യൻ. തന്നോട് ഞാൻ ഇന്ന് എത്ര പ്രാവശ്യം ചോദിച്ചതാ, ഞാൻ അറിയാത്ത വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ. എന്നിട്ടല്ലേ താനുമായിട്ടുള്ള ബന്ധം പുതുക്കി ഞാൻ തിരിച്ചു പോയത്. എന്നിട്ട് താൻ ഇതിനെക്കുറിച്ച് പറഞ്ഞോ? അതിന് എന്താണെങ്കിലും പറയാൻ ഞാൻ പറഞ്ഞില്ലേ? എന്നെ ഇനി ഇങ്ങനെ പൊട്ടാനാക്കാതിരിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഇപ്പൊ താനും കൂടെയും ഇവരെല്ലാവരും കൂടെ തെളിയിച്ചു. ഇവനെക്കാളും ഈ ജീവിതത്തിൽ ഇത്രയും നാളുണ്ടായതിൽ മുമ്പും ഇപ്പോഴും നടന്നതിലൊക്കെ മണ്ടനും ഒന്നും അറിയാതെ വെറും പൊട്ടനും പൊട്ടിയാക്കിയിട്ടുള്ള എന്നെ എല്ലാവരും കൂടി. ഞാൻ അത്രയ്ക്ക് കൊള്ളാത്തവനാണോ? അതമ്മേ പറ. എന്നെ കൊണ്ട് അത്രയ്ക്ക് ഉപകാരമില്ലേ? എന്നെ കൊണ്ട് അത്രയ്ക്ക് ഉപയോഗമില്ലേ? അതുകൊണ്ടാണോ? അതോ അമ്മ പറയുമ്പോൾ ഒരു ഉപയോഗമില്ലാത്ത മോനായതുകൊണ്ടോ? എൻ്റെ ഒരു കുളഞ്ഞിട്ടയക്കുന്നുണ്ടോ? പറയിച്ചു എന്താ?
കാശിയേട്ടൻ അത്രയ്ക്ക് അതമ്പതിച്ചവനായി പോയോ? കാശി 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 ലിസൺ, നീ വിചാരിക്കും പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അത് പെട്ടെന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയൊരു സിറ്റുവേഷനും ആയിരുന്നില്ല. പെട്ടെന്ന് അത് പറഞ്ഞാൽ നീ എങ്ങനെ എടുക്കും ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അത് വെച്ചിട്ടല്ല ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യുന്നത്. ഞാൻ ഇനി ഒരിക്കലും നിന്നെ പറ്റിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പ്രോമിസ് ചെയ്യുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. നീ 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 ഓവറായിട്ട് ടെമ്പർ ആവാതെ നീ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേൾക്ക്. നീ വിചാരിക്കും പോലെ അല്ല ഇവിടുത്തെ സിറ്റുവേഷൻസ്. എന്ത് സിറ്റുവേഷനാ അതേ? എന്ത് സിറ്റുവേഷനാ? എന്ത് സിറ്റുവേഷനാന്ന് കേട്ടോ ഇന്ദിര? ഞാൻ വിചാരിക്കും പോലെ അല്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും പോലെ അല്ല ഇവിടുത്തെ സിറ്റുവേഷൻ. ഇവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു ഡ്രാമ നടത്തുന്നു. നമ്മൾ പൊട്ടന്മാരൊക്കെ ലോക പൊട്ടന്മാരായിട്ട് ഇങ്ങനെ നടന്ന് മരവിച്ച് ചാക്കാല കയറാൻ സമയമായപ്പോതോ അഗിതോ നിൽക്കുന്ന ജീവനോടെ. അവനെ കൊണ്ടുപോയതോ ദാ ഈ നിൽക്കുന്ന കിച്ചും, ഇതോ ഈ നിൽക്കുന്ന ആദം, സക്രിയ ജോണും, പിന്നെ അകത്തിരിക്കുന്ന അങ്കിത് ശിവപ്രസാദും. അപ്പം നമ്മളൊക്കെ ആരാ ഇന്ദ്ര? നമ്മളൊക്കെ ആരാടാ? ഞങ്ങളൊക്കെ അത് മൈരന്മാരെന്ന് വിചാരിച്ചോ നീയൊക്കെ? കാശി, നീ അടങ്ങ്. നീ എന്നോട് പറഞ്ഞിട്ടാ കൊണ്ടുവന്നത്. ഇതിനകത്ത് വെച്ച് ഇനി ഇതെന്തൊക്കെ വന്നാലും നീ അടങ്ങ്. സമാധാനപ്പെടുക കാശി. എനിക്ക് മനസ്സിലാവും നിന്റെ സിറ്റുവേഷൻ. ഞാനും അതേ അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നീ മറക്കരുത്. പറയിച്ചു. എന്താ ഇതൊക്കെ? എന്തിനാ അഗി ഇങ്ങനെ മാറ്റി നിർത്തിയ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ കിച്ചു അല്ല ഇന്ദ്ര, ഞാൻ അച്ചുവാ. പിന്നെ ഞാൻ എന്ത് തേങ്ങ പറയാനാ നിങ്ങളോട്? ഡോണ്ട് ട്രസ്റ്റ് ഹിം ഇന്ദ്ര. വിശ്വസിക്കരുതവനെ. നെക്സ്റ്റ് ഗെയിമായിരിക്കും അവൻ്റെയൊക്കെ. ഓ, പണ്ടത്തെ കളി കളിച്ചതായിരിക്കും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഞങ്ങളെ പൊട്ടന്മാരാക്കാന്ന് ഇനിയും നീ വിചാരിക്കുന്ന കിച്ചു. ഇതേ ഡ്രസ്സിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതും ഞങ്ങൾ കണ്ടതാ. ഇനിയും മണ്ടന്മാരാവാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അതുകൊണ്ട് കൂടുതൽ കിടന്ന് അഭിനയിക്കാതെ സത്യം പറ. കാശേട്ടാ, ഞങ്ങളുടെ ഒരു ചെറു വിരളിൻ്റെ അനക്കം പോലും നിനക്ക് മനസ്സിലാവുന്നതാ. നിനക്ക് ഇത്രയും ദിവസമായിട്ട് ഞാനാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കിച്ചു അല്ല, അച്ചുവാണ്. അങ്കിത് ശിവപ്രസാദ്. ദേ, അഗിയോട് ചോദിക്കേ, ആദമിനോട് ചോദിക്കേ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. കിച്ചു, പണ്ട് നീയും അച്ഛനും കൂടി എന്താ കാണിച്ചു കൂട്ടിയെന്നൊക്കെ എനിക്ക് ഓർമ്മ ഉള്ളതാ. കളിക്കരുത്. ഞങ്ങൾ സമനില തെറ്റി നിൽക്കുക. ഇപ്പൊ നീ കാണിക്കുന്ന ഓരോന്നും ഞങ്ങളെ ചങ്കത്താ കൊള്ളുന്ന നിർത്തഭിനയം. എന്നിട്ട് എന്തിനാ ഇതൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് മാത്രം പറ. അല്ലാതെ നാടകം കളിക്കാതെ. ഇല്ലെങ്കിൽ അച്ഛനെ വിളിക്ക്. അച്ചു, നീ സമാധാനം. ഇന്ദ്ര അവൻ പറഞ്ഞ സത്യവാ. ഇത് അച്ചുവാ. കിച്ചു ഇവിടെ ഇല്ല. നീ മനസ്സിലാക്ക്. മിണ്ടരുത്. തന്നെപ്പോലൊരു നെറികെട്ടവൻ പറയുന്ന കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കെന്തിനും തൽക്കാലമില്ല. എത്ര നേരം നീ ഇങ്ങനെ ഡ്രാമ കളിക്കും? ശരി, നീ അച്ചുവാ. അപ്പം കിച്ചു ഇവിടെ കാണുമല്ലോ, അവനെ വിളിക്ക. ഇല്ല എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണോ? കിച്ചു കാശി, കിച്ചു നീ കളിക്കരുത്. അച്ഛനെ വിളിക്ക്. വീണ്ടും പഴയതുപോലെ അങ്ങനെ ആൾമാറാട്ടം കളിക്കാനുള്ള ഒരു സാഹചര്യവും വീട്ടിലില്ലായിരുന്നു, അഗിയെ കാണാതായി എന്നുള്ളതല്ലാതെ. അതുകൊണ്ട് എനിക്കിത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അഗി, നീ അച്ഛനെ വിളിക്ക്. നിന്നോടൊക്കെ എന്ത് പറയാനാ ഇന്ദ്ര? എൻ്റെ ചേട്ടനിങ്ങനെ, പിന്നെ നീ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ. പക്ഷേ പണ്ടൊരിക്കൽ ഞങ്ങൾ മാറിയപ്പോൾ ഒരു ചെറു മുറുകിൻ്റെ വ്യത്യാസത്തെ കണ്ടുപിടിച്ചവനാ നീ. നിനക്ക് പോലും എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ.
ഇത്രയും ദിവസം വീട്ടിലുണ്ടായിരുന്നത് അച്ചു ആണോ? അപ്പൊ കിച്ചു എവിടെ? അവനെ വിളിക്ക്. അവൻ വീണ്ടും ഞങ്ങളും അവയെ തിരക്കാനും ഒന്നിനും പോവാതിരുന്നപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്തൊക്കെയോ സംശയങ്ങൾ അവന്റെ മേലിൽ എനിക്ക് ഉണ്ടായിരുന്നതു. ഇത് അച്ചുവാ, എനിക്ക് ഉറപ്പാ. അപ്പൊ കിച്ചു എവിടെ? അവനെ വിളിക്കച്ചു. എനിക്ക് അവനോട് രണ്ട് പറയണം. ഇന്ദ്ര നീ പറയുന്ന കേക്ക്. നീ വിചാരിക്കും പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങളും. നീ ഒന്ന് സമാധാനപ്പെടും. എല്ലാം ഞങ്ങൾ പറയാം, സമാധാനത്തിൽ പറയാം. നീ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല ഒന്നും. എന്തെളുപ്പമല്ല നാഗി. അവന് പകരം യവനിവിടെ വന്നതോ? അതോ യവനും അവനും കൂടെ നിന്ന് കളിച്ച് ഞങ്ങളെല്ലാം മണ്ടന്മാരാക്കിയതോ? അതോ നിന്നെ എവരെന്നെ കൊണ്ട് പൂട്ടി വെച്ചിട്ട് ഞങ്ങളെ മുഴുവൻ നാട് തണ്ടി 100 തണ്ടികളായിട്ട് നടത്തിച്ചതോ? അവിടെ നെഞ്ച് നീറി ഓരോ ദിവസം തീ തിന്ന് കഴിയുന്ന 3 പേരുണ്ട്. അവരെ കുറിച്ച് ഓർത്തവര് ഒന്നുമില്ലെങ്കിൽ ഇവന്റെ അമ്മയും കൂടെ ഇല്ല ആ കൂട്ടത്തില്. പിന്നെ എന്ത് ചിന്തിക്കണമെന്നാ? ഒന്നോ അതിന്റെ മുறை പിടിക്കും. എനിക്ക് അവനോട് രണ്ട് പറയണം. കിച്ചോ, അവൻ ഇവിടെ ഇല്ല ഇന്ദ്ര, അവൻ ഇവിടെ ഇല്ല. അവനെവിടെയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവനല്ല, അവനെയാ കാണാനില്ലാത്തത്, എൻ്റെ കിച്ചുനെ. ഞാൻ എന്തെങ്കിലും ഇത്രത്തോളം ഭ്രാന്തനായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ദ്ര കണ്ടിട്ടുണ്ടായിരിക്കും. അതെന്നാ നീ എൻ്റെ കിച്ചുനെ വേദനിപ്പിച്ചപ്പോൾ നീ അത്രത്തോളം ചിന്തിക്കുമായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സമനില തെറ്റി നടക്കുന്നതെന്ന്. അവൻ എൻ്റെ കൂടെ ഇല്ല. അവൻ എവിടെയാന്ന് പോലും എനിക്കോ യവനോ ഇവിടെ ആർക്കും അറിയത്തില്ല. ആർക്കും അറിയത്തില്ല. അവനെ തപ്പി കൊല്ലാത്ത ആൾക്കാരില്ല, കൊന്നു തള്ളാത്ത ആരുമില്ല ഇനി, ആരും. ഞാൻ തളർന്നു, മടുത്തു. അവന് വേണ്ടിയാ യവൻ ഇവിടെ വന്ന് കിടക്കുന്നത്. അവന് വേണ്ടിയാ അവൻ കിടക്കുന്നത്. അവന് വേണ്ടിയാ ഇവരെല്ലാവരും നടക്കുന്നത്. എനിക്കറിയത്തില്ല ഇന്ദ്രാമ എവിടെയാന്ന്. അവനിവിടെ ഇല്ലാതെ നീ ഇനി എത്രയൊക്കെ ഉറക്ക കിടന്ന് വിളിച്ചാൽ അവൻ വിളിയേക്കാൻ പോണില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? അവനെവിടെ പോയെന്നാ? അറിയില്ല ഇന്ദ്ര, ഇവിടെ ആർക്കും അറിയില്ല. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഹഗീനെ അല്ല കാണാത്ത, കിച്ചുനെയാ. ലോകത്തിന് തിരക്ക സ്ഥലങ്ങളില്ല ഇന്ദ്ര, കൊല്ലാത്ത ആൾക്കാരില്ല. ഒരിക്കലും അഗീനെ കാണാതായ ഇവനിങ്ങനെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത്. അതൊരിക്കൽ പോലും കാശിയോ നീയോ ചിന്തിച്ചില്ല. അവൻ എന്ത് നഷ്ടപ്പെട്ടാലും സഹിക്കും ഇന്ദ്ര. പക്ഷെ ഇത് കിച്ചുവാ. എവിടാ എങ്ങനാ ഒന്നും അറിയില്ല. ഒരാളെടുത്ത് കരയ പോലും ചെയ്യാൻ പറ്റാതെ നീറി ഭ്രാന്തനായ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. നിൽക്കുന്നാക്കി അവനിതറിഞ്ഞപ്പോ അന്ന് ഇവിടെ വന്നതാ. നിങ്ങളോടൊക്കെ ഇത് അവൻ എങ്ങനെ പറയണമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പറയണമായിരുന്നു? ആ വീട്ടിൽ വേറെ ആർക്കെന്ത് പറ്റിയാലും നിങ്ങളൊക്കെ സഹിക്കും. പക്ഷെ കിച്ചുവിന് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ ആരെങ്കിലും സഹിക്കും. ആ പേടിയാ അവനെന്ത് പറയാത്തത്, ഞങ്ങൾ ആരും പറയാത്തത്. അറിയില്ല കാശേട്ടാ, എനിക്കറിയത്തില്ല. നശിച്ച നേരത്തിനെ ഞാൻ ഇന്ന് ശപിച്ചുകൊണ്ടിരിക്കാം. ഏത് നേരത്താണാവോ എനിക്ക് അവനോട് തന്നുവിടാൻ തോന്നിയത്.
ഇതുപോലൊരു സമയം ഒരിക്കലും ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ വരത്തല്ലെന്നാ ഞാനിപ്പോൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഞാനാ എല്ലാത്തിനും കാരണം. ഞാനാ തുടങ്ങി വെച്ചത്. ആദമപ്പ എൻ്റെ അടുത്ത് തലയും കൈ പച്ച പറഞ്ഞതാ, നിർത്ത് നിർത്ത് നിർത്ത്. കേട്ടില്ല, ഞാൻ കേട്ടില്ല. അവന് ഭാഷയാണെങ്കിൽ എനിക്ക് അതിനൊത്ത ഭാഷയായിരുന്നു. എല്ലാം ഞാൻ കാരണമാണ് കാശിയേട്ടാ അവനെ കാണാത്തത്. അവനെവിടെയാന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കാശിയേട്ടാ. ഇത്രയും പേരുണ്ട്, ഒരുപാട് പിടിപാടുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? മടുത്തു. ലോകത്ത് ഏതൊക്കെ കോണിപ്പോയി ഞാൻ തിരക്കിയെന്നറിയോ? ആരെയൊക്കെ കൊന്നെന്നറിയോ കാശിയേട്ടാ? എനിക്കെൻ്റെ കിച്ചുവിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ തോറ്റ്. എവിടെയും തോക്കാത്ത അങ്കിത് ശിവപ്രസാദ് എൻ്റെ അനിയൻ്റെ മുമ്പ് തന്നെ ഞാൻ തോറ്റു. അവൻ്റെ മുമ്പ് എനിക്കൊന്ന് കരയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ കരച്ചിൽ പോലും ഞാൻ ഓരോരുത്തരും കൊന്നു തീർക്കുമായിരുന്നു. സിദ്ധുവേട്ടൻ്റെ അടുത്താ ഞാനൊന്ന് മനസ്സറിഞ്ഞ് കരഞ്ഞത്. 1.5 മാസങ്ങൾക്ക് ശേഷം. അതിനു മുമ്പേ ദേ ഈ നിൽക്കുന്ന അഗീരെടുത്തു. ഞാനിനി എവിടെ പോയി തിരക്കണം? അവനെൻ്റെ കൂടെ ഇല്ല ഇന്ദ്ര, അവനെൻ്റെ കൂടെ ഇല്ല. അവനെവിടെയാന്ന് പോലും എനിക്കറിയത്തില്ല. അച്ചു പറയുന്നൊക്കെ ചുമ്മല്ലേ? എവിടെ എവിടെ എന്നെയൊക്കെ കൊന്നുകൂടായിരുന്നു ഇതിന് വേദനിക്കൊക്കെ. എന്റെ ജീവനാവൻ അതമ്മ നിനക്ക് എന്നോട് പറഞ്ഞോളായിരുന്നു. അതമ്മ നിനക്കെന്താ അറിയാലോ, ഞാനെങ്ങനെയൊക്കെ ആയതവൻ കാരണം. അവനില്ലെങ്കിൽ പിന്നെ ഇന്ദ്രിയില്ലാതെ അതമ്മ എനിക്ക് അവന് വേണം. അച്ചു എനിക്ക് അവന് വേണം. അച്ചു എനിക്ക് അവന് വേണോടാ. സോറിടാ, ഇതൊക്കെ കാണേണ്ടി വരണോണ്ടാ ഞങ്ങൾ ആരും ഒന്നും പറയാത്തത്. ഇതൊക്കെ കാണാനുള്ള ത്രാണിയും ശേഷിയും ഞങ്ങൾക്കില്ലായിരുന്നു. എങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് അവനവിടെ വേണം എന്നാ ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇതിപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയി. എന്താ അച്ചു നടന്ന്? അവനെങ്ങോട്ടാ പോയ ലാസ്റ്റ്? അതും എന്താ നടന്ന്? ഇവിടെ പറഞ്ഞ് നമ്മൾ നോക്കും. എന്താന്ന് നടന്നെന്നെങ്കിലും പറ. എന്ത് പ്രശ്നമായിരുന്നെങ്കിലും പറ. എന്തിനാ നിങ്ങൾ വഴക്കൂടിയെന്നെങ്കിലും പറ. പറയാം കാശേട്ടാ, എല്ലാം ഞാൻ പറയാം. അല്ലെങ്കിലും ഇനിയൊന്നും മറച്ചു വെച്ചിട്ടും കാര്യമില്ലല്ലോ. നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഞാനും അവനും തമ്മിൽ എന്തായിരുന്നു അടിയുന്നു. ഒരു ദിവസം അവനെ ഞാൻ ഷിപ്പിൽ കുറച്ച് സാധനം വരുന്നുണ്ട്, അതെടുക്കാൻ ഞാൻ പോകണോ നീ പോവോന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. അതുവരെ ഞാനും അവനും തമ്മിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവൻ പറയുമായിരുന്നു, ഇന്ദ്രയെ കാണണം, കാശേട്ടനെ കാണണം, അമ്മയെ കാണണം, എല്ലാവരും വേണം, നമുക്ക് പഴയതുപോലെ ആവാമെന്ന്. ഇനി എത്രയൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നാലും അവനാ പഴയ കുട്ടി തന്നെയായിരുന്നു ചില സമയം. പക്ഷെ അന്നവൻ പോയില്ല. അന്നവൻ അമ്മയെ കാണാനാണ് പോയത്. അത് കസ്റ്റംസ് പിടിച്ചു. അതിൻ്റെ ഇടയിൽ കൂടി അഗി എന്നെ വന്ന് കണ്ടു.
അവൻ മീറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞു. അഗി എന്തൊക്കെയോ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഡയലോഗ് അടിച്ച് എനിക്ക് ഭ്രാന്തായി. ഞാൻ തിരിച്ചെന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. എല്ലാം കൂടായി ഒരു അവിയൽ പരിവായി ഭ്രാന്തെടുത്താണ് ഞാൻ ഫ്ലാറ്റിൽ പോയി കയറിയത്. അപ്പം കിച്ചോടെ ആദവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവനെന്നെ ഒരുപാട് പറഞ്ഞു. ഗതി ഇട്ടപ്പം ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇറങ്ങിപ്പോയി. അന്നമ്മയ്ക്കറിയാം. അന്നമ്മയുടെ അവൻ്റെ ഒരു കോമൺ ഫ്രണ്ടുണ്ട്, ഫ്രെഡി എന്ന പേര്. അവൻ്റെ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അവനെ കാണാൻ കോളേജിൽ പോയായിരുന്നു. ഞങ്ങളുടെ കമ്പനി വൈഫൈയുടെ പാസ്വേഡ് ചോദിക്കാനാണ് പോയത്. അന്ന് ഞാൻ അവനെ വിളിച്ചില്ല, കൂടെ വാന്നും പറഞ്ഞ്. എനിക്ക് വാശിയായിരുന്നു, അവന് വാശിയായിരുന്നു. പക്ഷെ അവൻ വിചാരിച്ചു ഞാൻ വിളിക്കുമെന്ന്. അത് കണ്ടപ്പോൾ ഞാൻ മനഃപൂർവ്വം വിളിച്ചില്ല. പക്ഷെ പിറ്റേന്ന് ഞാൻ പോയി അവനെ വിളിക്കാൻ. അന്നേരം അവൻ എന്നെക്കാൾ ഇരട്ടി വാശി കാണിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി അവൻ എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, അച്ചു ഞാൻ നാളെ വരും, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, എനിക്കറിയാം, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ, നീ അതൊന്നും കണക്കിലെടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ചു. ഒരുപാട് പ്രാവശ്യം സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു സോറി പറയല്ലേ, നീ വാ, അച്ചു ഇല്ലേ എന്ന് പറഞ്ഞു. കോള് വെച്ചു. പിറ്റേ ദിവസം ഊബറിൽ വരുമെന്ന് പറഞ്ഞതാ. ഫ്രെഡിയുടെ വീട്ടിൽ നിന്ന് അവൻ ഊബറിൽ കയറി. പക്ഷെ എൻ്റെ അടുത്തും എത്തിയില്ല, കോളേജിലും എത്തിയില്ല, നിങ്ങളെവിടെ എത്തിയില്ല. ഞാൻ തിരക്കിയോ ഒരു സ്ഥലത്തോ എത്തിയിട്ടില്ല, ഒരു സ്ഥലത്ത്. പിന്നെ അവ എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് നടന്നത്. ഞാൻ ചത്താ നിൽക്കുന്ന ചത്ത്. ഈ ലോകത്ത് ആരൊക്കെ എൻ്റെ കൂടെ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അമ്മയില്ലെങ്കിലോ അകിയില്ലെങ്കിലോ ആരൊക്കെ ഇല്ലെങ്കിലും ഞാൻ സഹിക്കും. ജന്മം തന്ന അച്ഛനും അമ്മയെക്കാളും വലുതാ എൻ്റെ കൂടെ ഒരേ സമയം പിറന്നു വീണ എൻ്റെ കൂടപ്പിറപ്പ്. കാളിദാസ് ഇല്ലാതെ അങ്കിത് ശിവപ്രസാദ് ഇല്ല ഇന്ദ്ര. ശരിയാ, ഞാൻ അവനോട് ഇറങ്ങിപ്പോന്ന് പറയാൻ പാടില്ലായിരുന്നു. അന്നേരത്തെ ഒരു ഭ്രാന്തിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അവനും തിരിച്ചെന്തൊക്കെയോ പറഞ്ഞു. അതോടെ നഷ്ടപ്പെട്ടത് എൻ്റെ ചെറുക്കൻ. എനിക്ക് ഇപ്പം എവിടെയാന്ന് പോലും എനിക്കറിയത്തില്ല. ആദ്യത്തെ ഒരാഴ്ച അച്ചു എല്ലാ സ്ഥലത്തും തിരക്കി ഇന്ദ്ര. ഇവരെ ശത്രുക്കളെടുത്ത്, ഇവരുടെ അടുത്ത് പേഴ്സണലി റിവെഞ്ച് ഉള്ളവരെടുത്ത്, എല്ലാവരുടെ അടുത്തും കണ്ടുകിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മീറ്റിങ്ങിന് പോയെടുത്തുനിന്ന് അത് സംഭവിച്ചത്. ആഹാ, ആ ഏർപ്പാട് കൊള്ളാമല്ലോ. അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നാണ്. പക്ഷെ നിങ്ങൾ ഈ കമ്പനിയിൽ മീറ്റിങ്ങിന് വരുന്ന കാര്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ശരിയല്ലേ? അങ്ങനെയും പറയാം. ഇവനേതായാലും എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ഇവനോടും പറയാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ വരുന്ന കാര്യം സഡൻ തീരുമാനം എടുത്തായിരുന്നു. ഇവൻ മുമ്പേ പറഞ്ഞിട്ടായിരിക്കും വന്നത്, എന്നാലും എന്നോടൊന്ന് പറയായിരുന്നു. എൻ്റെ പൊന്നാസി, മനഃപൂർവ്വമല്ല സാറേ. സാർ ഇത് കേൾക്കണം. ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് ഒട്ടും പ്ലാൻ ചെയ്യാത്ത ആളാണ്. എടാ, ദേവച്ചന വരാൻ നിന്നേ. പിന്നെ ടൈമായപ്പോൾ ദേവച്ചൻ എന്നോട് ചോദിച്ചു പോകാമെന്ന്. ഞാൻ മുഖം കറുപ്പിച്ചില്ല എന്ന് പറയത്തില്ല എന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. ഇതാ സംഭവിച്ചത്. അല്ലാതെ ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് വരാൻ പറ്റിയ മൂഡിലൊന്നും അല്ല ഞാൻ. ഒന്നത് നിനക്കറിയാമല്ലോ, അച്ചും കിച്ചും എല്ലാവരും അടിച്ചു പിരിഞ്ഞ് നാല് വാക്കിലായതുകൊണ്ട് തന്നെ ഞാൻ ആകെപ്പാടെ മൂഡ് ഓഫിലായിരുന്നു. എൻ്റെ കോലം കണ്ടാലേ നിനക്കറിയാമല്ലോ. അപ്പോഴാണ് അതാ നിന്നോട് പറയാൻ പറ്റാത്തത്. ഇന്നലെ എന്നോട് പോകാൻ പറഞ്ഞത്. അപ്പം തന്നെ ഞാനിങ്ങ് ഇറങ്ങി പോന്നു. പെട്ടെന്ന് ആരോടും പറയാനോ മെസ്സേജ് അയക്കാനോ ഒന്നിനും പറ്റിയില്ല. അതാ ശരിക്കും സംഭവിച്ചത്. എന്തായാലും നൈസ് ബോണ്ട്. ഓക്കെ, നിങ്ങളുടെ പരിഭവവും
പരിദൂഷണമൊക്കെ നടക്കട്ടെ. ഞാനെന്നാ അങ്ങോട്ട് പോട്ടെ, കുറച്ച് പണിയുണ്ട്. ശരി. ആ ഓക്കെ, ശരി സാർ. ആ, നീ അവിടുത്തെ പ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എന്തുവാടാ ഇതൊക്കെ, എല്ലാവരും എല്ലാ വഴിക്കും ഫിദ പറഞ്ഞാൽ ഞാൻ അറിയുന്നത്. എന്തോ നാടാ ഇതൊക്കെ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്താൽ പോരെ. ഇതിപ്പോൾ കിച്ചുവിന് ഇത്രയും മനസ്സിലാക്കി ഇന്ദ്രൻ ഇങ്ങനെ ബിഹേവ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവനിട്ട് 2 പൊട്ടിക്കാനാണ് തോന്നിയത്. പണ്ട് തൊട്ടേ അവൻ അതിൻ്റെ 2 കുറവുണ്ട്. എല്ലാത്തിനും എടുത്തു ചാട്ടം, സ്വന്തം ഇഷ്ടത്തിന്. അല്ല, അപ്പം ഇനി മിണ്ടൂന്ന് ഒരു ഹോപ്പും ഇല്ലേ? നീയൊക്കെ ഇങ്ങനെ 4 വഴിക്ക് കിടക്കാൻ പോവാണോ? എൻ്റെ പൊന്നാസി, നീ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു കാര്യമല്ല. എല്ലാത്തിനും ഈഗോയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ. അത് മാത്രം എനിക്ക് മനസ്സിലായി. ഞാനേതായാലും കുറേ ദിവസം കൊണ്ട് പട്ടിയെ പോലെ, അങ്ങനെ പറയുന്നതായിരിക്കും ഭേദം. അച്ഛൻ്റെ പിറകെ നടക്കുക, ഒന്ന് തുറന്ന് സംസാരിച്ച് എല്ലാം സോൾവ് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എന്നും അവൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ പോവും, അവനെ കാണാൻ പോവും. ഒരു മൈൻഡും ഇല്ല. ഏതാണ്ട് ഞാൻ എന്തോ ഒരു വലിയ കമ്പനി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവനോട് കള്ളം പറഞ്ഞ പോലെ അവൻ എന്നോട് കാണിക്കുന്നത്. ബാക്കി ഇന്ദ്രയ്ക്കും കാശിക്കൊക്കെ കട്ട ദേഷ്യമാണ്. അവരൊന്നും അങ്ങോട്ട് പോയി ഏതായാലും മാച്ചപ്പ് ആവുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. പക്ഷെ എനിക്കങ്ങനെയല്ലല്ലോ. എനിക്കെന്ന് പറയാനിപ്പോൾ അവൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊട്ടെ. ഫിദ ഇപ്പോൾ എവിടെയാ? അവള് ഓക്കെ ആണോ? അല്ല, അന്നത്തെ പ്രശ്നത്തിനൊക്കെ ശേഷം നിൻ്റെ അടുത്ത് എത്ര സോറി പറഞ്ഞാലും തീരത്തില്ല ആസി. അല്ല, നമുക്കൊന്ന് കൂടണ്ടേ? ഞാനിവിടെ റൂം എടുത്തിട്ടുണ്ട്, നീ അങ്ങോട്ട് വരുന്നോ? നമുക്ക് അവിടെ കൂടാം ഇന്ന് രാത്രി. പൊന്നു മോനെ, എന്തിനാടാ റൂം എടുത്ത് വെറുതെ പൈസ കളയുന്നത്? അല്ല, പൈസ ഇല്ലയെന്നല്ല നിൻ്റെ കയ്യിൽ. നീ ഒരു കാര്യം ചെയ്യ്, ആ റൂം വെക്കേറ്റ് ചെയ്തിട്ട് എൻ്റെ ഫ്ലാറ്റിലോട്ട് വാ. ഞാനിവിടെ ഫ്ലാറ്റ് എടുത്തിട്ടേക്കാം. അല്ല, അത് ഞങ്ങളുടെ ഫ്ലാറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂർ ബ്രാഞ്ചിലല്ലേ വർക്ക് ചെയ്യുന്നത്. ആ കമ്പനി ഒന്നൊരു വിധം എത്തിക്കണോടാ, അതുകൊണ്ടാണ്. നീ ഫ്ലാറ്റിലോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ നീ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. പോവാടാ. എടാ ഒരു മിനിറ്റ്, ഞാൻ ഈ കോളൊന്ന് എടുത്തോട്ടെ. നീ എടുത്തിട്ടോ, ഞാനിവിടെ നിൽക്കാം. ഇവന്മാർക്ക് ഇത് എന്തിൻ്റെ കേടാണോ എന്തോ. എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ പെങ്ങൾ പണിയൊന്നും ഒപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. അവളെനിക്ക് വാക്ക് തന്നതാ. എന്താടാ, എന്തുപറ്റി? എടാ ഞാനെന്ത് പറയാം, ഞാൻ പോവാ, ഇത് അർജൻറ്റാ. ഞാൻ വരാവേ, ശരി. അല്ല അഗി ഇവനിതിങ്ങോട്ട് ഇങ്ങനെ ഓടിപ്പിടിച്ച് ഓടുന്നേ. ആരാ വിളിച്ചേ? അർജൻറ്റാന്ന് പറഞ്ഞല്ലോ. വരാന്നല്ലേ പറഞ്ഞേ, വെയിറ്റ് ചെയ്യാം. അച്ചു, എന്തുപറ്റി? എന്താ പെട്ടെന്ന് നീ കാണണമെന്ന് പറഞ്ഞേ? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശബ്ദമൊക്കെ അല്ലാണ്ടിരുന്ന. എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നെക്കൊണ്ട് അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. അവനെവിടെയാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭ്രാന്തെടുക്കും. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഐ കൺട്രോൾ മൈസെൽഫ്. ഞാൻ ഒരുപാട് പേരെ കൊന്നു. അവർക്കാർക്കും അറിയത്തില്ല അവയെവിടെയാന്ന്. എൻ്റെ സമനില തെറ്റുവാക്കി. നമുക്കൊരു ആശുപത്രിയിലും പോവാം. എനിക്കിപ്പോൾ ഇതൊന്നും ആരോടും എനിക്കത് കരയാൻ പോലും ആരുമില്ല. നീ മാത്രമേ ഉള്ളൂ. നീ എങ്കിലും എന്നെ മനസ്സിലാക്കുക. ട്രസ്റ്റ് മീ, അവനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറ. അച്ചു, എന്താ ഇതൊക്കെ? ആരെ കാണാനില്ല, ആരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നീ എന്തൊക്കെയാ പറയുന്നത് അച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ കണ്ടിട്ട് എനിക്ക് പേടിയാവുക. ഞാൻ നിന്നിങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അച്ചു. എന്താ അച്ചു ഇതൊക്കെ? കരയാതെ നീ എന്താ ഈ പറയുന്നേ? നീ നേരെ പറ. കിച്ചുവിനെ കാണാനില്ല. കഴിഞ്ഞ 1 വീക്കായിട്ട് ഞാൻ തിരക്കാത്ത സ്ഥലമൊന്നും ഇല്ല. എനിക്കവനെ വേണം. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവനില്ലാതെ എനിക്ക് പറ്റൂല. എനിക്കവനില്ലാതെ പറ്റൂല. എനിക്കവന് വേണമെങ്കിൽ ഞാൻ എവിടെ പോയി തപ്പും. എനിക്കൊരു തുമ്പും കിട്ടിയില്ല, തുടക്കവുമില്ല
അവസാനമില്ല അഗി. ഐ കാൺട്ട് കൺട്രോൾ മൈസെൽഫ്. എനിക്ക് ഭ്രാന്ത് പിടിക്കണകി. ഞാൻ അവനില്ലെങ്കിൽ ഞാൻ ഇല്ല, കിച്ചുമില്ലെങ്കിൽ അച്ചുമില്ലകി. എന്നെ നീ അങ്ങ് കൊന്നേര്. അവനെ കിട്ടാതെ എനിക്ക് അമ്മേനെ മുഖത്ത് നോക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇന്ദ്രയോട് എന്താ പറയുക, അമ്മയോട് എന്താ പറയുക, കാശിയോട് എന്താ പറയുക. ഞാൻ എന്നെ അങ്ങ് കൊന്നേരകി, എന്നെ അങ്ങ് കൊന്നേരകി. എനിക്കറിഞ്ഞൂടാ കിച്ചു. അച്ചുക്കാരല്ലേടാ, ഞാനില്ലേ. നമുക്കവരെ കണ്ടുപിടിക്കാം. ഈ ലോകത്തിന് എവിടെ പോയി ഒളിച്ചാലും, എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും, ഇനി പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും നമ്മൾ കണ്ടുപിടിക്കും. നിങ്ങൾക്കറിയോ, അന്ന് തുടങ്ങിയ തെരച്ചിലവൻ ഒരുമാതിരി പ്രാന്തനെ പോലെ ഇന്ന് ഈ നിമിഷം വരെ അത് തീർന്നിട്ടില്ല. എവിടെ നോക്കണം, എങ്ങനെ നോക്കണം, എവിടെ നിന്ന് തുടങ്ങണം ഒന്നും അറിയാതിരിക്കുക ഇന്ദ്ര. പിന്നെ എന്നെ മാറ്റി നിർത്തിയത്. ഇവനിങ്ങനെ തിരക്കിക്കൊണ്ട് നടന്ന് ഇവനെ തന്നെ വിശ്വാസമില്ലാതായി. ഇവന്റെ കയ്യിൽ നിന്നെല്ലാം പോയാലോ, നിങ്ങളുടെയൊക്കെ മുമ്പിൽ ചിലപ്പം എങ്ങനെ അവന്റെ വായിന്ന് സത്യങ്ങൾ വീണാലോ എന്ന് പറഞ്ഞിട്ടാ. ആരെങ്കിലും ഒരാൾ കാണാതായി അയാളെ തിരക്കി നടക്കുവാണല്ലോ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. നിങ്ങളും അതിൻ്റെ തിരക്കിലായുമ്പോൾ ഒരിക്കലും ദൈവമേ നിങ്ങളാരായാലും കിച്ചുവിനെ തിരക്കത്തില്ല. ആ ഒരിതിൽ എന്നെ മാറ്റി നിർത്തിയത്. പിന്നെ ഇവനവിടെ കിച്ചുവായിട്ട് വന്നത്, അത് ഞങ്ങൾക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയായിരുന്നു. വീട്ടിലാരോ ആണ്, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുള്ള ആരോ ആണ് കിച്ചുവിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നതെന്ന്. അത് വീട്ടിലാരോ ആണെന്നും കൂടി വന്നുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. അതായത് ഇവൻ വീട്ടിലോട്ട് കിച്ചുവായിട്ട് വന്നത്. അത് അന്നവ വന്നപ്പോൾ പറഞ്ഞതെല്ലാം സത്യമാണ്. പിന്നെ കിച്ചു റൂമിൽ പോയതിന് ശേഷമാണ് അവൻ്റെ റൂമിൽ നിന്ന് ചാടിയിട്ടാ വീണ്ടും ഇവിടെ അച്ചുമായിട്ട് വന്നത്. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കിച്ചു അച്ചു ഒരേ സമയം നിങ്ങളുടെ വീട്ടിൽ കാണുന്നതോ സംസാരിക്കുന്നതോ? ഇല്ലല്ലോ. രണ്ടു ഒരാളാ. അവൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ. അവൻ ഓടി ഓടി മടുത്തു. ഇനി അച്ചു ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ ഇന്ദ്ര? അവന് വയ്യ, അവൻ തളർന്നു. ആ പോലീസുകാർ കൊടുത്ത 5 പേരുടെ പേരും അത് ഓൾറെഡി അവൻ അറിയായിരുന്നു. അവരെ വിട്ടു വച്ചേക്കായിരുന്നു. ഇപ്പൊ പോലീസുകാരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉറപ്പിച്ചു. അല്ല, അവനൊരു തരം ഭ്രാന്തായി തന്നെ പറയാൻ വീണ്ടും. എന്നിട്ട് വീട്ടിലാരാ ചെയ്തെന്ന് അറിഞ്ഞു? ആരായിരുന്നാലും ഒന്നും നോക്കട്ടെ, കൊന്നേക്ക്. നമ്മളെ വീട്ടിൽ ആരുമല്ല ഇന്ദ്ര, ആരുമല്ല. ഞാൻ ദേവച്ചനെ വരെ സംശയിച്ചു. എന്നിട്ട് ഞാൻ അവിടെ തന്നെ നിന്നെന്തിനാണെന്നറിയോ? പെട്ടെന്ന് കിച്ചു വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും സംശയമാവും. അതുകൊണ്ട് വീണ്ടും ഞാൻ വന്ന് നിൽക്കുന്ന അതേ സീറോയിൽ തന്നെ, ദ ബിഗ് സീറോ. ഇനി ആകെ 3 പേര്. അതിലാരെങ്കിലും ആയിരുന്നാൽ കിച്ചുനെ കിട്ടും. ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ തോക്കും. അവന് വല്ലതും പറ്റിയ അത് ചെയ്തവനെ പിന്നെ ഞാൻ ജീവനോടെ വച്ചേക്കില്ല. ലിസ്റ്റിൽ അടുത്തത് ആരാ കാശി? ഒരു ഇബ്രാഹിമാടാ. എന്താ ഇബ്രാഹിം? നീ വാ, വണ്ടി എടുക്ക്. ഇനി ഇതെങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം. വാ. ഇന്ദ്രടാ, കാശി. അച്ചു, ഇതിങ്ങനെ പോയാൽ എങ്ങനെ അവസാനിക്കാമെന്ന് നിനക്കറിയാലോ. അച്ചു, നീ അവർ തിരിച്ചു വിളിക്ക്. അവർ മാത്രം പോകുന്നത് സേഫല്ല. നമ്മൾ പോകുമ്പോലെ അല്ല അവർ പോകുന്നത്. എന്തിനാതമ്മേ?
ഇപ്പം ഈ ലോകത്താരെക്കാളും മറ്റാരെക്കാളും സമയത്തിൻ്റെ വില എന്താന്ന് ഇന്ദ്രയ്ക്കറിയാം. അവൻ തന്നെയാണ് പോണ്ടത്.